ക്യാമറ വെച്ച് നോക്കാം. ആരാണത്? ഹലോ, എന്തായാലും അറ്റ്ലീസ്റ്റ് ക്യാമറയിൽ പിടിക്കും, കാണാൻ പറ്റും. സംഭവിക്കാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുക. കാരണം ഇവിടെ കുറച്ച് കാണുന്ന പ്രദേശമാണ്, തെളിഞ്ഞ പ്രദേശമാണ്, മറ്റൊക്കെ കാടാണ്. അങ്ങോട്ട് പോകാനൊരു പേടി. ഹലോ, ചില അദൃശ്യ ശക്തികൾ, നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത ചില അദൃശ്യ ശക്തികളും അതുപോലെ തന്നെ ചില രൂപങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ഒരു തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സത്യം തന്നെയാണ്. പക്ഷേ അതിനൊരു എന്താ പറയുക, ഒരു ഉദാഹരണം ഞാൻ ഇന്ന് കാണിക്കാൻ പോകണം. അത്തരത്തിലുള്ളൊരു ശക്തി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലുശ്ശേരി കൊയിലാണ്ടി ദേശീയപാതയുടെ സൈഡിലുള്ള ഒരു സ്ഥലത്താണ്. ഇതുണ്ടോ, ഒരു പുഴ, അതായത് 3 സൈഡിൽ നിന്നും പുഴ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. കണ്ടോ, വെള്ളം ഒരു കുറവാണ്, എന്നാലും 3 സൈഡിൽ നിന്നും വെള്ളം വരുന്ന ഒരു സ്ഥലത്താണ്. ചെറിയൊരു അണക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പുറത്താ കാണുന്നത് ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൻ്റെ ഒരു ലൈറ്റൊക്കെയാണ് കാണുന്നത്. റോഡാണ്, വാഹനങ്ങൾ പോകുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10:15 10:15 ടൈമിൽ വരാൻ കാരണം 2 ദുരൂഹ മരണങ്ങൾ നടന്ന ഒരു ചെറിയ കുട്ടിയാണ്, പിന്നെ ഒരു വലിയ മുതിർന്ന ഒരാൾ. 2 ദുരൂഹ മരണങ്ങൾ നടന്ന ഒരു വീട്ടിലേക്കാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. അതായത് കുട്ടിക്കാത്തൻ സേവ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വീട്. അതായത് ഒരു വർഷമായിരിക്കും അടഞ്ഞിരിക്കുന്ന ഒരു വീടാണ്. മുൻപ് ഇത് വാടക കൊടുത്തായിരുന്നു, ബംഗാളികളാണ് താമസിച്ചത്. അപ്പോൾ ബംഗാളികൾക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ സ്വന്തം നാട്ടുകാർ തന്നെ വാടകയ്ക്ക് പല കുടുംബങ്ങളായി താമസിച്ചു. അവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ വീട്ടിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഇവിടുന്ന് ഒരു സ്ത്രീയും ഒരു ചെറിയ കുട്ടിയും മരിക്കുന്നത്. അപ്പോൾ മരിച്ച ആ ഒരു അടക്കം ചെയ്ത സ്ഥലവും അതുപോലെ തന്നെ ആ വീടിൻ്റെ രാത്രിയത്തെ അവസ്ഥ എന്താണെന്നുള്ളതും കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് കൂടെ വന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തൊന്നും വീടുകളൊന്നുമില്ല, ഈ ഒരു ഭാഗത്ത് വീടില്ല. പിന്നെ കാണുന്നത് ദേശീയ പാതയാണ്. പിന്നെ ഇവിടുന്ന് ഞാൻ കാണിച്ചില്ല, കുറച്ച് മേലേക്ക് പോകണം ആ ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ രാത്രി ഞാൻ ആ മറവ് ചെയ്ത ആ ഒരു സ്ഥലം കൂടെ കാണിക്കാൻ പോകുന്നു വീഡിയോയിൽ. എന്താണെന്ന് ഒന്നും അറിയില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. അത്രത്തോളം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം നൈറ്റാണ്, കാട്ടിൽ കൂടെയൊക്കെ പോകണം. ഒറ്റയടി പാത, ചെറിയൊരു വീതിയാണ്, ഒരു 30 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റ് ഉണ്ടോ. ഇതിൽ അങ്ങോട്ട് പോയാലാണ് അങ്ങോട്ട് എത്തുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ തിരിഞ്ഞാൽ ഒരു ചെറിയൊരു വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. അവിടെ പോയി ഇൻട്രോ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചത്. ഈ നൈറ്റ് കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പം നമ്മളിത് ഇതിനകത്തേക്ക് ശ്രദ്ധിക്കുമ്പം എന്തെങ്കിലും ഏജന്തുക്കളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചാണ്. അങ്ങനത്തെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ 2 മരണം നടന്ന ഒരു വീടായതുകൊണ്ട് ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. എന്താണെന്നറിയില്ല, എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതും അറിയില്ല. എന്തായാലും 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ വീട്ടിലുണ്ടാവും. ആ വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അടച്ചിട്ടാണ്. ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് അറിഞ്ഞതാണ്. ഉള്ളിൽ കയറാൻ പറ്റില്ല, വാടകയും കൊടുക്കുന്നില്ല. ഇനി അങ്ങനത്തെ ആരും വാടകയും വരാൻ പോകുന്നില്ല. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ
വീഡിയോ എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും ട്രൈ ചെയ്ത് നോക്കാമെന്നേ പറയാനുള്ളൂ. ഒരുപാട് നായ്ക്കൾ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ലൊക്കേഷനിൽ നായ ശല്യം ഭയങ്കരമാണ്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ടോർച്ച് ലൈറ്റ് ഒന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ല. പതുക്കെ നടന്ന് വേണം പോകാൻ ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ കുട്ടിച്ചാത്തൻ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. എന്താണെന്ന് അറിയില്ല. കൂടാതെ നമ്മൾ ആ മരിച്ച ആ ഒരു സ്ഥലം, അടക്കം ചെയ്ത സ്ഥലങ്ങൾ, ആ 2 ബോഡിയും അടക്കം ചെയ്ത സ്ഥലങ്ങൾ രാത്രി 12 മണി വരെ കാണുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവും, ആ സ്ഥലത്തുണ്ടാവും. എന്ത് സംഭവിക്കുന്നുള്ളത് നേരിട്ട് കാണാം. അപ്പോൾ നമുക്ക് വൈറ്റുബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ അറിയില്ല. കറക്റ്റായിട്ട് എനിക്ക് കേൾക്കാം. പട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. പട്ടി ഓടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അതായത് എന്താ പറയുക, എല്ലാവരും ഉറങ്ങിയതാണ്. ഇവിടെ നിന്നും ഈ ഒരു പ്രദേശം ആ ഒരു ലൈറ്റ് അല്ലാണ്ട് ഇവിടെ വീടൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡ് വെള്ളമാണ്, ഇങ്ങോട്ട് കാടുമാണ്. അപ്പോൾ പട്ടി വന്നാൽ തന്നെ നമുക്ക് ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് നല്ല ഒരുപാട് താഴ്ചയുള്ളൊരു ഇതാണത്. നല്ല താഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ വയലാണ് തോന്നുന്നു. അപ്പുറത്തൊക്കെ വയലാണ്. ആ ഭാഗത്തേക്ക് വയലാണ്, പിന്നെ കൃഷിയാണ്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നത്. പട്ടി കുറയ്ക്കുന്നുണ്ട്. പട്ടി വന്നാൽ എന്തായാലും റബ്ബറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റും. റബ്ബർ കാണുന്നുണ്ട്. മരത്തിൻ്റെ മുകളിൽ കയറാം, അല്ല തെങ്ങിൻ്റെ മുകളിൽ കയറേണ്ടി വരും. ആ ഒരു ഭാഗത്തു നിന്ന് പട്ടി കുറയ്ക്കുന്നുണ്ട്. നമുക്കിങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡ് പോകണം. ഇവിടെ നിന്നാണ് റൈറ്റ് സൈഡ് പോകേണ്ടത്. ഒരു ചെറിയ വഴിയാണുള്ളത്. ഇവിടെ നിന്നാണ് റൈറ്റ് സൈഡ് പോകണം. ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതുവഴി കയറി പോകണം. വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഈ വഴി കുറവാണ്. ഇതൊന്നും കാടാണ്, മൊത്തം കാടാണ്. ഈ ഒരു ഭാഗത്തൂടെയാണ് പോകാനുള്ളത് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത് ഈ ഒരു ഭാഗത്തൂടെയാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഞാൻ കുറവായിട്ട് യൂസ് ചെയ്യുന്നത്. പട്ടി ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ വരും. താഴെ വീട്ടിലൊക്കെ പട്ടിയുണ്ട്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു കാടിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് കയറിയാൽ ആ വീട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ട് പോയാൽ കറക്റ്റായി നമ്മൾ ആ ഒരു വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. നല്ല ശ്രദ്ധിക്കണം. മഴ പെയ്ത് കഴിഞ്ഞാണ്, ചെറിയൊരു ഞാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അവരടക്കം ചെയ്തത്. അതായത് ആ 2 പേര് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 2 പേര് അടക്കം ചെയ്ത സ്ഥലത്താണ് ഞാൻ ഫസ്റ്റ് അതാണ് നോക്കുന്നത്. ഈ ഒരു ഭാഗത്തങ്ങോട്ടാണ് ഉള്ളത്. എന്തോ കമ്പ് വീണ ഇത് ഭാഗത്ത് പോയിട്ട് ഇതാണ് ഒന്ന് കറക്റ്റ്. അതെന്താ വെളിച്ചം? മിന്നല്ലേ പേടിച്ചു. ഓയ്, ഹലോ, ആരാണേ? നമ്മളൊരു വെച്ച സ്ഥലത്ത് ഏകദേശം ഇവിടെ ഈ പാറ എന്ന് പറഞ്ഞത് പാറയുടെ അടുത്താണുള്ളത്. ഇവിടെ പാറാണെന്നല്ലേ, അതിന് ഈ ഭാഗത്ത് അങ്ങോട്ടാണ് സ്ഥലം. അതാ കണ്ടോ, ഒരു കല്ല് കണ്ടോ? ആ കല്ലിൻ്റെ അടുത്ത് ഇതാണ്. അതായത് 1 വർഷം കഴിഞ്ഞു ഈ ഒരു സംഭവം ഇവിടെ നടന്നിട്ട്. ഇവിടെയാണ് വെച്ചതാ കണ്ടോ, എല്ലാം പോയിട്ടോ. ഇതാണ് ആ ഒരു ബോഡി അടക്കം ചെയ്തത്. ഒന്നിവിടെ ഇതാ, ഇത് കണ്ടോ, ഈ ഒരു കല്ലാണ് അതിന് അടയാളം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കല്ല് കാണുന്നു, ഇവിടെ ഒരു കല്ല് കാണുന്നു. ചിലപ്പോൾ ഈ കല്ലായിരിക്കും. ഇത് കണ്ടോ,
ഒരു മരം നട്ടേക്കുന്നത് അവിടെ തന്നെ. ഒരു വർഷമായി ഈ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ട്. ഇതാണ് നമ്മൾ അതെങ്ങനെ കടന്നു പോകുന്നു, ചവിട്ടുന്നത് ശരിയല്ല. അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം കേട്ടോ. കണ്ടോ, അമ്മയാണെന്ന് തോന്നുന്നു ഇത്. ആ ചെറിയ കുട്ടീനെ വെച്ചതാണോ ദഹിപ്പിച്ചാണോ അറിയില്ല. ഒരു ബോർഡ് ഇതേ ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ. ഹലോ ഹലോ നമ്മളിനി വീട്ടിലേക്ക് എത്താണ്ട്, വീട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ കാണാം. ഈ ഒരു പ്രദേശത്തൊന്നും വീടില്ല എന്നുള്ളതാണ്. കണ്ടോ, എവിടെയും നല്ല കൊടും കാടാണ്. കാടല്ല, ഒരു മീഡിയം സൈസ് കാടാണ്. കുറച്ച് ദൂരെ കാണാം ലൈറ്റ്. പക്ഷേ ഇത് കണ്ടോ, കാടെന്ന്. ഹലോ, നമ്മൾ പോകുന്ന ദൂരെ താഴെ കാണുന്നില്ല. കണ്ടോ, ഇതിൽ അങ്ങോട്ട് പോയാലും അറിയില്ല. ഇതിൽ പോയാലാണ് അവിടെ എത്തുക എന്നുള്ളത്. നമ്മൾ ഇവിടെ അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത കാടാണ്. ഇതാ വീടാണ് കാണുന്നുണ്ടോ, എത്രത്തോളം കാണുന്നുണ്ടോ. കാടായതുകൊണ്ട് തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് മേലെ നമ്മളെത്തുന്നത്. ഇതാണ് തോന്നുന്നു വഴിയൊക്കെ അടച്ചു കിടക്കുകയാണ് ഫുള്ള്. നമ്മൾ ഗേറ്റ് വഴി വന്നില്ല, അവിടെ അടച്ചു കിടക്കുകയാണ്. അപ്പം വേറൊരു വഴിക്കും കൂടി ചാടാൻ ശ്രമിക്കുകയാണ്. ഇതുണ്ടോ, അതാ വീട് കണ്ടോ, അതാണ് ആ വീട്. ദൈവമേ, നല്ലോണം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു പേടിയാണ് മനസ്സിന്. ഹലോ, ഇത് കണ്ടോ, ഒരു പഴയ വീടാ, ആകെ തകർന്നു. കണ്ടോ, വീടിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും. ഹലോ, ആരാണ്? ദൈവമേ, ഹലോ, ആരോ കാര്യം പോലെ തോന്നുന്നുണ്ട്. യെസ്, കറക്റ്റ് ഒരു കരച്ചിൽ പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണോ അതോ അപ്പം ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ലൊരു വീടാണ്. ഞാൻ മേലെ നിന്ന് താഴെ വീണ്ടോ ഇവിടെ എത്തിപ്പോയി. അവിടെ നിന്ന് വീണ്ട് അതിലൊന്നും പറ്റിയില്ല, ക്യാമറ ഒക്കെ തെറിച്ചു പോയി. ഈ ഒരു ഭാഗത്ത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന വീടാണ് തന്നെ. ഫുൾ കാടാണ്. കണ്ടോ, ആ വീടിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കണ്ടോ, ദൈവം, എന്തോ സൗണ്ട് കണ്ടിന്യൂ ആയിട്ട്. ഹലോ, ഹലോ, ഇതുണ്ടോ, പഴയ ഡോർ. ഹലോ, പഴയ ബാത്റൂം. നല്ല ശ്രദ്ധിക്കണം, താഴെ പാമ്പുണ്ടല്ലേ. കണ്ടോ, ജനലൊക്കെ അടച്ചിരുന്നു, തുറന്നിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, വീടിൻ്റെ ഉള്ളിൽ. ഏയ്, അവിടെ നമുക്ക് സൗണ്ട് കിട്ടും.
അതിൻ്റെ മേലെ ഞാൻ താഴേക്ക് വീണു കേട്ടോ. ക്യാമറയ്ക്ക് മൈക്ക് ഓഫായിപ്പോയി. അതിൻ്റെ മേലെ ഞാൻ താഴോട്ട് വന്നു. എവിടെയൊക്കെ ഇലയൊക്കെ തട്ടി ചൊറിയൊക്കെ ചെയ്തു. ആ ഒരു ഭാഗത്ത് എന്തോ സൗണ്ട് ഉണ്ട്. റബ്ബറിൻ്റെ സൗണ്ട് ഉണ്ട്. പോയി നോക്കാം. ഇവിടെ കടഞ്ഞെടുക്കുക. ഇത് നോക്കി ഗൈസ്, നിറയെ മറ്റേ ഇതെന്താ ഉറുമ്പാണ് ഇതെന്താ അറിയില്ല. ഒരു പ്രാണികളത് കറുത്തിട്ട് ഇതാ ഡോർ ഫുള്ള്. ദൈവമേ, ഇതെന്താ ഈ ഡോർ അടച്ചിട്ടേക്കോ. എന്താ പറയുക, അങ്ങനെ ഒരുപാട് സൗണ്ടുകളാണ്. ഈ വീടിനുള്ളിൽ എന്തോ ജീവനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, മനുഷ്യരൊന്നുമല്ല, പക്ഷേ എന്താ പൂച്ച പട്ടി എന്തോ പ്രസവിച്ചെടുക്കുന്ന ഒരു സ്മെല്ല്, ഭയങ്കര ഒരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ തൂങ്ങി മരിച്ച ആ ഒരു കേട്ടില്ലേ കറക്റ്റായിട്ട് ഈ അടച്ചിട്ട ഷീറ്റ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഷീറ്റിലേക്ക് എന്തോ ചാടുന്നുണ്ട്. ആ സ്ത്രീ തൂങ്ങി മരിച്ച സ്ഥലം ഞാൻ കാണിച്ച ആ റൂമും അതിപ്പോഴും അടച്ചിട്ടില്ല. ബാക്കി എല്ലാ റൂമും അടച്ചിട്ടാണ്. ഇത് കണ്ടോ, ആ റൂമാണത്. ഈ ജനലിൻ്റെ സൈഡിലാണ് അവർ തൂങ്ങി മരിച്ചത്. ഈ ഒരു ജനലിൻ്റെ സൈഡിലോ അവിടെ ഇടോ എന്നാണ്. ഇതൊരു ജനലാണ്. അപ്പോൾ ഇതൊന്ന് തുറന്നു. അപ്പോൾ ഇതെന്നാൽ ശരിയാണ്. ഹലോ, ആരാണ്? ഹലോ, എന്തോ ചാടിയ പോലൊക്കെ തോന്നുന്നു. നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് പേടിച്ചോടാൻ ഞാൻ തയ്യാറല്ല. കാരണം ഹലോ, അതാരാ? ആരും നടക്കുന്ന സൗണ്ട് തോന്നുന്നു. കറക്റ്റായിട്ട് ആരും നടക്കാണ്. അല്ലെങ്കിൽ എന്തോ നായ എന്താണ് നമ്മൾ കയറുമ്പോൾ നായ കുറിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നടക്കുന്ന സൗണ്ടാണത് കേട്ടോ. ഹലോ, എന്താ പറ്റിയ അറിയാം, ടോർച്ച് ഓഫായി പോയി. ടോർച്ച് ചാർജ് ഇല്ലാതെ പോയി. പിന്നെ ഉള്ളത് ക്യാമറയാണ്. ടോർച്ച് ഓഫായി. ഇവിടെ അങ്ങോട്ടൊക്കെ പോകാൻ പേടിയാണ്. കാരണം ഒക്കെ കാടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഇപ്പോൾ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുക. കാരണം ഇവിടെ കുറച്ച് കാണുന്ന പ്രദേശമാണ്, തെളിഞ്ഞ പ്രദേശമാണ്. മറ്റൊക്കെ കാടാണ്. അങ്ങോട്ട് പോകാനൊരു പേടി. ഹലോ, ഹലോ, ആരാണ്? ആരെങ്കിലും പുറത്ത് വരണം. ആരാണത്? ആരെങ്കിലും പുറത്ത് വരുമോ? എന്തോ കാട്ടിലേക്ക് വരുന്നുണ്ട്.
ഇവിടെ കുറച്ച് സേഫ് ആയി തോന്നുന്നുണ്ട്. ബാത്റൂമിനുള്ളിലാണ്. ക്യാമറ വെച്ച് നോക്കാം. ആരാണത്? ഹലോ, എന്തായാലും നൈറ്റ് വിഷൻ ക്യാമറയിൽ പിടിക്കും, കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തു നിന്നാണ്, ആ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെ അതെ, ക്യാമറയിൽ എത്രമാത്രം കുടുങ്ങുമെന്ന് അറിയില്ല. ഇവിടെ ഒന്ന് പെട്ടെന്ന് അറിയില്ല, പുറത്ത് പോകാൻ പേടിയാന്നു. അവിടെ എന്തോ ഓല വലിക്കുന്ന സൗണ്ട് എന്തോ. ഹലോ, കേട്ടോ, കറക്റ്റായിട്ട് ക്യാമറ എത്ര മൈക്കിൽ എത്രമാത്രം കാണുന്നുണ്ടറിയില്ല, കേൾക്കുന്നുണ്ടറിയില്ല. ആ സൗണ്ട് കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ? തോന്നുന്ന സൗണ്ട് കറക്റ്റ് എക്സ്ട്രീം സൗണ്ടാണത് ഗൈസ്. കേട്ടോ, ഞാനിവിടെ സേഫ് ആണ്. പിള്ളേർ ചെറിയ റൂമാണ്, ചെറിയ റൂമിനുള്ളിൽ വാലടച്ചിട്ടുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ, ആരാണ്? കറക്റ്റായിട്ട് അവിടെ സൗണ്ട്